സഞ്ജു രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായ പിന്നെ ഓൾവേസ് പെർഫോമൻസ് വേറൊരു ലെവലിലേക്ക് എത്തി. അപ്പോൾ ഒരു മലയാളി ഒരു IPL ടീമിന്റെ ക്യാപ്റ്റനാവുക പറഞ്ഞാൽ നമുക്കൊന്നും ഒരു കാലത്ത് ആലോചിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. അപ്പോൾ ടീമിന് വേണ്ടി കളിക്കുകയായിരിക്കും, അല്ലാന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ സ്കോർ ബോർഡ് അവസാനം നോക്കുമ്പോൾ 10 താഴെ റണ്ണാണെങ്കിൽ അയ്യോന്നേ നമ്മൾ പറയുള്ളൂ. സഞ്ജു ആണെങ്കിൽ ടീമിന് വേണ്ടി തന്നെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അത് പലപ്പോഴും പറയേണ്ടത് സഞ്ജുവിന് ആദ്യം ഒന്ന് കുറച്ച് നേരം ഡിഫെൻഡ് ചെയ്തിട്ട് പിന്നെ അറ്റാക്ക് ചെയ്ത് കളിച്ചുകൂടെ. ഗവാസ്കർ അടക്കമുള്ളവർ പറഞ്ഞപ്പോൾ സഞ്ജു പറഞ്ഞില്ല, ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്. ആദ്യ ബോൾ 6 അടിക്കേണ്ട, ഞാൻ 6 അടിക്കാൻ പോകും. രാജസ്ഥാൻ റോയൽസ് ഉറച്ച് നിൽക്കുകയാണെങ്കിൽ അവർ തന്നെയാണ് ക്യാപ്റ്റൻ ആക്കിയത്. അപ്പോൾ അവർ വിട്ടിരുന്നെങ്കിൽ സഞ്ജു ഈ പറഞ്ഞ മാതിരി ഒരു പന്തിനോ അല്ലെ ശ്രേയസരോ കിട്ടിയ മാതിരി ഒരു 25 കോടി കൂടുതൽ കിട്ടിയാൽ വിഘ്നേഷ് സംബന്ധിച്ചതൊരു ഒരു ഒരു ഡബിൾ പ്രൊമോഷൻ എന്ന് പറയാം. അതിനേക്കാളും ഒരു ക്വാണ്ടം ലീപ്പാണ്. വിഘ്നേഷിനെക്കാട്ടിലും ഓപ്ഷൻ സമയത്ത് ഡിമാൻഡ് ഉണ്ടായിരുന്ന വിഷ്ണു വിനോദിനാണ്. കാരണം 95 lakhs വരെ എത്തുകയും ചെയ്തു. അവസാനം വരുമ്പോൾ IPL ഒരു നമുക്ക് സേഫായിട്ട് ബെറ്റ് വയ്ക്കാൻ പറ്റുന്ന ഒരു സൈഡാണ് ചെന്നൈ. അല്ലെങ്കിൽ എങ്ങനെയായാലും ചെന്നൈ തിരിഞ്ഞാലും മറിഞ്ഞാലും 4 കാലിൽ വീഴുന്നു പറഞ്ഞാൽ ഒരു സെമി ഫൈനലിലേക്ക് എത്തും. പിന്നെ അവിടെ എത്തിക്കണമെങ്കിൽ ധോണി ഒരു മാജിക് കാണിക്കും, ഫൈനലിലേക്ക് എത്തും. ഈ ടൂർണമെന്റിൽ നന്നായി കളിച്ച് ആ ഒരു മാച്ച് ചേഞ്ചിങ് പെർഫോമൻസ് കൊണ്ടുവരാൻ കഴിവുള്ള പ്ലെയേഴ്സ് ഉണ്ട്, ചെന്നൈക്കുണ്ട്, മുംബൈക്കുണ്ട്. അതാണ് അവരെ ബാക്കി ടീമിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അവരെ ഒരിക്കലും എഴുത്തള്ളാൻ പറ്റില്ല. കാരണം അവർ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അവർ കയറി വന്ന് അവർക്കൊരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അവർ കയറി ചിലപ്പോൾ ചാമ്പ്യൻഷിപ്പ് പിടിച്ചുകൊണ്ട് പോകും. ഈ ഒരു തീരുമാനം വന്നതോടുകൂടി പാണ്ഡ്യയുടെ ആ ഒരു നാച്ചുറൽ ഫ്ലെയറും സ്പാർക്കും ഒന്നും കഴിഞ്ഞ കൊല്ലം ക്യാപ്റ്റൻസി കണ്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ മാനസാവസ്ഥയിലല്ല രോഹിത്. കഴിഞ്ഞ പ്രാവശ്യം ലോക ഫൈനലിൽ തോറ്റ ക്യാപ്റ്റനാണ്. ഒരു ടീമിന് മുംബൈയും ചെന്നൈ ഒഴിച്ചുള്ള സൈഡുകൾക്ക് എപ്പോഴും പറ്റുന്നത് എവിടെയെങ്കിലും ഒന്ന് കാലിടറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് വരാനായിട്ട് വലിയ RCB നമുക്കൊരു നല്ല എക്സാമ്പിളാണ് അല്ലേ. എപ്പോഴും ധാരാളം നല്ല പ്ലെയേഴ്സിന് പോലുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. പക്ഷേ അവസാനം വരുമ്പോൾ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ പറയുന്ന കോഹ്ലി എത്രയോ നാളായിട്ട് കളിച്ചിട്ടുള്ളതാണ്. ഡിവില്ലിയേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല പ്ലെയേഴ്സിൻ്റെ ഒരു നില തന്നെ RCBക്ക് ഉണ്ടായിരുന്നു. ഈ മലയാളി പ്ലേയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ഇപ്പോഴും സഞ്ജു സാംസന്റെ പേര് തന്നെയാണ്. അദ്ദേഹത്തിനൊക്കെ അപ്പുറം ഒരുപാട് ടാലന്റുകൾ കേരളത്തിൽ നിന്നും സ്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ ട്രയൽസിന് വേണ്ടി വരെ അധികം എത്തിക്കുന്ന പോയിന്റിലേക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ സഞ്ജു ശരിക്കും പറഞ്ഞാൽ ഈ സീസൺ എങ്ങനെയായിരിക്കും ആസ് എ ക്യാപ്റ്റൻ സാറിന്? സഞ്ജു രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായ പിന്നെ ഓൾവേസ് പെർഫോമൻസ് വേറൊരു ലെവലിലേക്ക് എത്തി. ഇന്നിപ്പോൾ സഞ്ജു ഇന്ത്യൻ ടീമിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ചു. നമുക്ക് എപ്പോഴുള്ളൊരു ടെൻഷനാണ് സഞ്ജുവിന് അവസരം കിട്ടുന്നില്ല, കിട്ടിയ അവസരങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ രാജസ്ഥാൻ റോയൽസ് ഇരിക്കുമ്പോഴാണ് സഞ്ജു 1 ഡ്രോപ്പിൽ ബാറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുവരെ എപ്പോഴും മിഡിൽ ഓർഡർ എന്നുള്ളതിലേക്ക് T20 അവസരം കിട്ടില്ല. കാരണം T20 എന്ന് പറയുമ്പോൾ 20 ഓവറിൽ 10 ഓവർ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇത്രയും സമയമുള്ളൂ. ഒരാൾ ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. അങ്ങനെ ഒരു ഇതിൽ വരുമ്പോഴത്തേക്കും ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ഇസ് ഓൾവേസ് അണ്ടർ പ്രഷർ. അപ്പോൾ ടീമിന് വേണ്ടി കളിക്കുകയായിരിക്കും, അല്ലാന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ സ്കോർ ബോർഡ് അവസാനം നോക്കുമ്പോൾ 10 താഴെ റണ്ണാണെങ്കിൽ അയ്യോന്നേ നമ്മൾ പറയുള്ളൂ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ കഴിവും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയെ വരുള്ളൂ. പക്ഷേ ഓപ്പണിംഗ് 1 ഡൗൺ വരികയാണെങ്കിൽ അതില്ല. കൂടുതൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. സഞ്ജു ആണെങ്കിൽ ടീമിന് വേണ്ടി തന്നെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അത് പലപ്പോഴും പറയേണ്ടത് സഞ്ജുവിന് ആദ്യം ഒന്ന് കുറച്ച് നേരം ഡിഫെൻഡ് ചെയ്തിട്ട് പിന്നെ അറ്റാക്ക് ചെയ്ത് കളിച്ചുകൂടെ. ഗവാസ്കർ അടക്കമുള്ളവർ പറഞ്ഞപ്പോഴും സഞ്ജു പറഞ്ഞില്ല, ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്. ആദ്യ ബോൾ 6 അടിക്കേണ്ട, ഞാൻ 6 അടിക്കാൻ പോകും. അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അത് ഇടക്കാലത്ത് നമ്മളൊക്കെ ശങ്കിച്ചു. അത് കാരണം സഞ്ജുവിന് കരിയറിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് തടസ്സമാകുമോ, ഒരു വില നേടിയാവുമോ എന്ന് നമ്മൾ ആലോചിച്ചത്. പക്ഷെ ഇപ്പോൾ ഈ ബംഗ്ലാദേശിനെ സൗത്ത് ആഫ്രിക്കയിലുള്ള ഉജ്ജ്വല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസവും അതിൻ്റെ ഒരു ആത്മധൈര്യമൊക്കെ ആയിട്ടായിരിക്കും സഞ്ജു വരുന്നത്. ഇതുവരെ സാധിക്കാത്തൊരു കാര്യം ഒരു വിന്നിങ് ടീമിൻ്റെ ഭാഗമാകാനായിട്ട് സാധിച്ചില്ല. അത് ഇപ്രാവശ്യം പറ്റട്ടെ എന്നൊക്കെ പ്രത്യാശിക്കാം. കാരണം നമ്മൾ പല കൊടുമുടികളും കയറുമ്പോൾ അടുത്ത കൊടുമുടി ഏതാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒരു മലയാളി ഒരു IPL ടീമിൻ്റെ ക്യാപ്റ്റനാവുക പറഞ്ഞാൽ നമുക്കൊന്നും ഒരു കാലത്ത് ആലോചിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ടീമിലൊരു സ്ഥിര സാന്നിധ്യമാവുന്നതിന് മുമ്പ് പിന്നെ സഞ്ജു രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനാണ്. അദ്ദേഹം ആ ഒരു കഴിവ് കണ്ടുകൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട്. കാരണം ഇതുപോലെ ഒരു ടൂർണമെൻറ്റിൽ ഒരു ടീമിനെ നയിക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ധാരാളം അന്താരാഷ്ട്ര പ്ലെയേഴ്സ് ഉണ്ട്. അവർ നമ്മുടെ സൈഡിലുണ്ട്, എതിർ സൈഡിലുണ്ട്. അപ്പോൾ ഒരു അന്താരാഷ്ട്ര സർക്യൂട്ടിലൊരു സ്ഥിരം അംഗം അല്ലാത്ത ഒരാൾ നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടോ. പക്ഷെ അതൊന്നും പുറത്തു വരാതെ തന്മയത്തോടു കൂടിയാണ് സഞ്ജു നയിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സഞ്ജുവിൻ്റെ നേതൃത്വത്തിൽ രാജസ്ഥാൻ റോയൽസ് ട്രോഫി അറിയിക്കുന്നു. അല്ലേ, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സഞ്ജു ഇപ്പൊ പന്തും രാഹുലൊക്കെ ഓപ്ഷനിൽ വന്നല്ലോ. ഇപ്പൊ പക്ഷെ സഞ്ജു ഓപ്ഷനിൽ വന്നിരുന്നെങ്കിൽ ഡിഫറെന്റ് ബോൾ ഗെയിം ടീമുകൾക്ക് ഉണ്ടായേനെ എന്നുള്ളത് യാതൊരു സംശയമില്ല. പക്ഷേ സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസിനോടുള്ള ലോയൽറ്റിയും അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിന് സഞ്ജുവിനോടൊരു ലോയൽറ്റിയും രണ്ടും നമ്മൾ കാണുക. കാരണം തുടക്കം തൊട്ട് തന്നെ പണ്ട് ശ്രീശാന്താണ് സഞ്ജുവിനെ ഇവിടെ കൊണ്ടുപോയെന്നാണ് മനസ്സിലാക്കുന്നത്. അന്നോട്ട് സഞ്ജു രാജസ്ഥാൻ റോയൽസ് നിന്നുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊക്കെ പലപ്പോഴും ഓഫറൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ രാജസ്ഥാൻ റോയൽസ് ഉറച്ച് നിൽക്കുകയാണെങ്കിൽ അവർ തന്നെയാണ് ക്യാപ്റ്റൻ ആക്കിയത്.
അവർ വിട്ടിരുന്നെങ്കിൽ സഞ്ജുവിന് ഈ പറഞ്ഞ മാതിരി ഒരു പന്തിനോ അല്ലെ ശ്രേയസരോ കിട്ടിയ മാതിരി ഒരു 25 കോടി കൂടുതൽ കിട്ടിയാലേ അത് തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ ഈ ഒരു ഉജ്ജ്വല ഫോമിൽ കൂടി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത്രയും കിട്ടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാവുമായിരുന്നു. ഈ അതർ ദാൻ മലയാളി പ്ലേയേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ വിഘ്നേഷ് പുത്തൂർ ആയാലും വിഷ്ണു വിനോദ്, സച്ചിൻ ബേബി, ഇവരെല്ലാവരും ഈ കൊല്ലം IPL കോൺട്രാക്റ്റുള്ള പ്ലേയേഴ്സാണ്. ഇപ്പൊ വിഘ്നേഷിനൊക്കെ എങ്ങനെയായിരിക്കും ടീമുകൾ മോൾഡ് ചെയ്യുക? പ്രത്യേകിച്ച് മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈയിൽ വരിക എന്നുള്ളത് ഒരു യങ്സ്റ്ററിന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയായിരിക്കും. കാരണം ഇന്ത്യൻ ടീമിലേക്കുള്ള ഭയങ്കര ഒരു ഡയറക്റ്റ് ഓപ്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു കാര്യമായിരിക്കും. എങ്ങനെയായിരിക്കും ആ പെർസ്പെക്റ്റീവിൽ ടീമുകൾ എങ്ങനെ മലയാളി പ്ലേയേഴ്സിന് മോൾഡ് ചെയ്യാൻ പോകും? വിഘ്നേഷ് പുത്തൂരിന്റെ നമുക്ക് ഒരു അതായത് ആ സിസ്റ്റത്തിന്റെ ഒരു ടാലന്റ് സ്കൗട്ടിംഗ് സിസ്റ്റം, അതൊരു അദ്ദേഹത്തിനെ കണ്ട ഇവിടെ കേരളത്തിൽ നടക്കിയ KCA നടത്തിയ ആ ഒരു ക്രിക്കറ്റ് ലീഗിൻ്റെ അതിൻ്റെ ഒരു മെച്ചമാണ്. കാരണം അങ്ങനെ ഒരു ലീഗ് നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളിക്കാരന് അവിടെ തൻ്റെ കഴിവ് കാണിക്കാനായിട്ടും അത് ടാലൻറ്റ് സ്കൗട്ട്സ് കാണാനായിട്ടും ഇടവന്ന്. അപ്പോൾ നമുക്കൊരു ലീഗിൻ്റെ വിജയം കാണുന്ന ഇതിലേക്കാണ്. ഒന്നോ രണ്ടോ നല്ല പ്ലെയേഴ്സിനെ പുറത്ത് കൊണ്ടുവരാൻ സാധിച്ചാൽ തന്നെ അത് ഇത് ചൈനാമാൻ ബൗളർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വളരെ റെയറാണ്. കാരണം കുൽദീപ് യാദവിൻ്റെ അഡ്വാൻറ്റേജ് അതല്ലേ. കാരണം ഇത് കളിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ഇതെങ്ങനെ ഇരിക്കുന്നുള്ളത്. കാരണം നമ്മൾ IPL പോകുമ്പോൾ പല അസാമാന്യ പ്രതിഭകൾ വരുന്നത് കണ്ടു. നമ്മൾ ഉമ്രാൻ മാലിക്കിനെ കണ്ടു, കഴിഞ്ഞ വർഷം മയാങ്ക് യാദവിനെ കണ്ടു. അപ്പോൾ ഇവരെല്ലാം ഫാസ്റ്റ് ബോളേഴ്സാണ്. പക്ഷെ അവർക്ക് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പടി എവിടെ എത്തി എന്നുള്ളത് എത്താൻ സാധിച്ചിട്ടില്ല എന്ന് നിൽക്കുന്നു. വിഘ്നേഷിനെ സംബന്ധിച്ചതൊരു ഒരു ഡബിൾ പ്രൊമോഷൻ എന്ന് പറയാം. അതിനേക്കാളും ഒരു ക്വാണ്ടം ലീപ്പാണ്. കാരണം മുംബൈ ഇന്ത്യൻസിൻ്റെ കൂടെ കളിക്കുക, അവരുടെ സ്ക്വാഡിൽ അംഗമാകുന്ന വലിയ ഭാഗ്യമാണ്. അത് അദ്ദേഹം എത്രത്തോളം വിനിയോഗിക്കുന്നു. ഏറ്റവും മികച്ച കളിക്കാരുടെ കൂടി ഏറ്റവും മികച്ച ടീമിൻ്റെ കൂടെ 2 മാസം ചെലവഴിക്കുമ്പോൾ നമ്മുടെ കഴിവുകളെ വിപുലീകരിക്കാനായിട്ടും കൂടുതൽ ഷാർപ്പാക്കാനായിട്ടുള്ളൊരു അസുലഭ അവസരമാണ്. അത് അദ്ദേഹം നന്നായി വിനിയോഗിക്കുന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വലിയൊരു ഭാവിയാണ്, അവരുടെ വാതിലാണ് തുറന്നിരിക്കുന്നത്. അത് അദ്ദേഹം ഉപയോഗിക്കണം. വിഷ്ണു വിനോദിന്റെ കാര്യം പറയണേ, പഞ്ചാബിലാണ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ പഞ്ചാബിന് ഭയങ്കര ഇതാണ്. കാരണം അവർ ഫോറിൻ പ്ലെയറിനെ ആശ്രയിക്കണം. അപ്പോൾ വിഷ്ണു വിനോദ് പ്രൂവഡ് ആണ് IPL പറഞ്ഞ കളിയിൽ. ഷമ്മീനൊക്കെ 6 അടിച്ച ഒരു ഭയങ്കര ഒരു കിടിലൻ 6 ഉണ്ടായിരുന്നു. വിഷ്ണു വിനോദിന് എങ്ങനെയായിരിക്കും ഈ സീസൺ ഗെയിം ചേഞ്ച്? വിഷ്ണു വിനോദിന് നമ്മൾ നോക്കുകയാണെങ്കിൽ സച്ചിൻ ബേബിയെക്കാട്ടിലും വിഘ്നേഷിനെക്കാട്ടിലും ഓപ്ഷൻ സമയത്ത് ഡിമാൻഡ് ഉണ്ടായിരുന്ന വിഷ്ണു വിനോദിനാണ്. കാരണം 95 lakhs വരെ എത്തുകയും ചെയ്തു. അപ്പോൾ അത് തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവിനുള്ളൊരു അംഗീകാരമാണ്. അവസരങ്ങൾ കിട്ടണം, അതുമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. കാരണം ഇതുവരെ കിട്ടിയ അവസരങ്ങളൊക്കെ അദ്ദേഹം തൻ്റെ കഴിവ് കാണിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുകളിലേക്ക് പോകാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും, യാതൊരു ഇതുമില്ല. പഞ്ചാബ് കിങ്സിൻ്റെ കൂടെയാണ് കിട്ടിയിരിക്കുന്നത്. ജോസ് ബട്ട്ലർ അല്ലേ അവർ റെഗുലർ കീപ്പറായിട്ട് ജോഷ് ഇംഗ്ലീഷ് കീപ്പറായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ഇന്ത്യൻ കീപ്പർ ഇല്ല എന്നുള്ളൊരു ഡിസഡ്വാൻറ്റേജ് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിഷ്ണുവിനോദിന് കൂടുതൽ അവസരങ്ങൾ കിട്ടേണ്ടതാണ്. വിഘ്നേഷിനെ വെച്ചോ സച്ചിൻ ബേബിയെക്കാട്ടിലോ കൂടുതൽ അവസരങ്ങൾ കളിക്കാനായിട്ട് വിഷ്ണുവിനോദിന് കിട്ടും. അപ്പോൾ അത് അദ്ദേഹം നന്നായി ഉപയോഗിക്കേണ്ടതാണ്. ഇപ്പോൾ ടീമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെന്നൈ തുടങ്ങുകയാണെങ്കിൽ ചെന്നൈയുടെ ഓപ്ഷൻ സ്ട്രാറ്റജി തന്നെ ഭയങ്കര പൊതുവേ ഡിഫറെൻ്റ് ആണ്. കാരണം നോൺ ഫോർ വാല്യൂ ഫോർ മണി. പക്ഷേ ഈ പ്രാവശ്യം അവർ അശ്വിന് വേണ്ടി പോയി, നൂർ അഹമ്മദിന് വേണ്ടി പോയി, കുറച്ചുകൂടെ ഓൾറൗണ്ടേഴ്സിന് സാംഗറിന് വേണ്ടി പോയി. നല്ല പൈസ ഉണ്ടായിരുന്നു. ഡെവൻ കോൺവേ തിരിച്ചു കൊണ്ടുവന്നു, ട്രിപ്പാട്ടി വന്നു. എങ്ങനെയായിരിക്കും ചെന്നൈ ഹോൾ ടുഗദർ ഡിഫറെൻ്റ് അണ്ടർ ധോനി? ഈ ചെന്നൈ നമുക്ക് അവസാനം വരുമ്പോൾ IPL നമുക്ക് സേഫായിട്ട് ബെറ്റ് വയ്ക്കാൻ പറ്റുന്ന ഒരു സൈഡാണ് ചെന്നൈ. ഇടയ്ക്ക് പാളി പോയിട്ടുണ്ട്. പക്ഷെ ജഡേജയ്ക്ക് ക്യാപ്റ്റൻസി വന്നൊരു വർഷം അവർക്ക് പാളിപ്പോ അല്ലെങ്കിൽ എങ്ങനെയായാലും ചെന്നൈ തിരിഞ്ഞാലും മറിഞ്ഞാലും 4 കാലിൽ വീഴുന്നു പറഞ്ഞാൽ ഒരു സെമി ഫൈനലിലേക്ക് എത്തും. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ധോണി ഒരു മാജിക് കാണിക്കും, ഫൈനലിലേക്ക് എത്തും. അപ്പോൾ ധാരാളം പ്രാവശ്യം ലാസ്റ്റ് 4 ഇതിലേക്ക് വന്നിട്ടുള്ളൊരു ടീമാണ് ചെന്നൈ. ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്, നല്ല വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ക്രിക്കറ്റിംഗ് സെറ്റപ്പ് ഉള്ളൊരു സ്ഥലമാണ്. ദീസ് ആർ ദ പ്ലസ് ഫാക്ടേഴ്സ്. പിന്നെ ഋതുരാജ് ഗേക്വാഡ് ക്യാപ്റ്റൻ ധോണിയുടെ തണിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ദേ ഹാവ് എ ഗുഡ് ബൗളിംഗ് സൈഡ് ഓൾസോ. ഓൾറൗണ്ടേഴ്സിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചെന്നൈയെ കാണുന്നത് ഇറ്റ് ഹാസ് എ പൊട്ടൻഷ്യൽ ടു റീച്ച് ലാസ്റ്റ്. ആ ഒരു ഇതായിട്ടേ കാണുന്നുള്ളൂ. നമ്മളൊരു ഓവറോൾ ടീം സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ മുംബൈ ആൻഡ് ചെന്നൈ ഏറ്റവും അധികം പ്രാവശ്യം ഇതിൽ ഫിഗർ ചെയ്തുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിൽ ഇതിലേക്ക് വരാൻ പറ്റും. കാരണം അതിനുള്ള പൊട്ടൻഷ്യലുള്ള എക്സ്പ്ലോസീവ് ടാലൻ്റ് ഉള്ളുണ്ട്. ചില വർഷങ്ങളിൽ ഡെവോൺ ബ്രാവോ കളിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ചെന്നൈ ഇതിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുമാതിരിയുള്ളൊരു ഈ ടൂർണമെൻറ്റിൽ നന്നായി കളിച്ച് ആ ഒരു മാച്ച് ചേഞ്ചിങ് പെർഫോമൻസ് കൊണ്ടുവരാൻ കഴിവുള്ള പ്ലെയേഴ്സ് ഉണ്ട്. ചെന്നൈക്കുണ്ട്, മുംബൈക്കുണ്ട്. അതാണ് അവരെ ബാക്കി ടീമിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്.
അവസാനം ഇത് തന്നെ ചിലപ്പോൾ ഒരു 4 മത്സരം ഒരുമിച്ച് ജയിച്ച് ജയിച്ച് സെമിയിലേക്കൊക്കെ എത്തിയ ചരിത്രം ഓർക്കണം. പ്രഷർ ഒരിക്കലും ഒരു പ്രശ്നമല്ല. അവർക്ക് പ്രശ്നമല്ല. അതാണ് അവരുടെ അഡ്വാൻറ്റേജ്. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിനെ നമ്മളതാണ് കാണുന്നത്. അവരെ ഒരിക്കലും എഴുത്തള്ളാൻ പറ്റില്ല. കാരണം അവർ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അവർ കയറി വന്ന് അവർക്കൊരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അവർ കയറി ചിലപ്പോൾ ചാമ്പ്യൻഷിപ്പ് പിടിച്ചുകൊണ്ട് പോകും. അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഈ കാര്യം. കുടുംബവഴക്കം അവസാനിച്ച മുംബൈ ഇന്ത്യൻസ് ആണല്ലോ ശരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര കുടുംബവഴക്കമായിരുന്നു. ഇപ്പോൾ രോഹിത്തിനകത്ത് ക്യാപ്റ്റൻസി പോയി, ഹർദിക്ക് വരുന്നു, ടീം തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പക്ഷെ ഈ പ്രാവശ്യം എല്ലാം സോൾവ് ചെയ്ത് ഓൾ ടുഗദർ ന്യൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കോൺഫിഡൻസ് ഇഷ്യൂ അവിടെ ഒരു പ്രശ്നമായിരിക്കും. പക്ഷെ ടീം എങ്ങനെയായിരിക്കും ഔട്ട്ലുക്ക് ചെയ്യുക? ബുംറയ്ക്ക് എക്സ്ട്രാ പ്രഷർ വരാതിരിക്കാൻ ബോൾട്ടിനെ കൊണ്ടുവന്നു, ചഹറിനെ കൊണ്ടുവന്നു. ഇതൊക്കെ എഫക്റ്റീവ്ലി അടിപൊളിയായിരിക്കും. കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഈ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ക്യാപ്റ്റനായിട്ടൊരു വളരെ ഉഗ്രം പെർഫോമൻസാണ് പാണ്ഡ്യ കാഴ്ചവെച്ചത്. കാരണം നമ്മളാരും അധികം പ്രതീക്ഷിക്കാത്ത ഒരു ടീമിനെ ജയിപ്പിച്ചു, ഫൈനലെത്തിച്ചു. ഇതെല്ലാം ചെയ്ത പാണ്ഡ്യയുടെ ഒരു ക്യാപ്റ്റൻസി മാജിക് ആയിരുന്നു. അതുകൊണ്ടായിരിക്കും പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് കളിച്ചിട്ടാണ് പോയത്, ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം ക്യാപ്റ്റനായിട്ട് വന്നത്. പക്ഷേ ഈ ഒരു തീരുമാനം വന്നതോടുകൂടി പാണ്ഡ്യയുടെ ആ ഒരു നാച്ചുറൽ ഫ്ലെയറും സ്പാർക്കും ഒന്നും കഴിഞ്ഞ കൊല്ലം ക്യാപ്റ്റൻസി കണ്ടില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം, ചിലപ്പോൾ ഈ ക്രൗഡ് ഫുൾ എതിരായപ്പോൾ അത് ചിലപ്പോൾ ഒന്ന് പാണ്ഡ്യ പകച്ചും കാണും. അതോടെ പുള്ളി ആ സ്ട്രാറ്റജി എടുക്കാനായിട്ട് പുറത്തുനിന്ന് ചിന്തിക്കാൻ പറ്റാതെ അങ്ങനെ ഒരു ഡാർക്ക് ഫേസിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പ് ജയത്തോടു കൂടി, അത് കഴിഞ്ഞ് ബോംബെയിൽ എത്തിയപ്പോൾ പാണ്ഡ്യ കിട്ടിയ സ്വീകരണം ഇല്ലാത്തതോടെ ആ ഒരു കാര്യം പ്രേക്ഷകർ മറന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം മുംബൈ ഇന്ത്യൻസ് പാണ്ഡ്യ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട്. കാരണം പാണ്ഡ്യയുടെ ഒരു വലിയ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഇൻഫ്ലുവൻസും ഈ ഓപ്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വഴക്കുകളെല്ലാം അവസാനിച്ചു. ആ രോഹിത്തും പിന്നെ ലോകകപ്പ് ജയിച്ചൊരു ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ആ ഒരു ഈഗോൻ്റെ പ്രശ്നവും വരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം മാനസാവസ്ഥയിലല്ല രോഹിത്. കഴിഞ്ഞ പ്രാവശ്യം ലോകകപ്പ് ഫൈനൽ തോറ്റ ക്യാപ്റ്റനായിരുന്നു. ഇപ്രാവശ്യം ലോകകപ്പ് ജയിച്ചു. അപ്പം ആ ഒരു പരിവേഷം കൂടി ആയിട്ടാണ് തോറ്റ ക്യാപ്റ്റനായിട്ട് പിന്നെ എടുത്തു മാറ്റുന്നത്. അതെ, അതിൽ നിന്ന് മാറി ഇപ്പോൾ വളരെ വിജയിച്ചൊന്ന് ഇനി കയറാൻ കൊടുമുടികളില്ല രോഹിത്തിന്. അപ്പോൾ അതുകൊണ്ട് രോഹിത്തിന് പ്ലെയറായിട്ട് റിലാക്സ് ചെയ്ത് കളിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇത് ബോംബെയിൽ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ഈ ഷോർട്ട് സ്പാൻ ടൂർണമെൻറ്റ് നമ്മൾ ഒരു ടീമിന് മുംബൈയും ചെന്നൈ ഒഴിച്ചുള്ള സൈഡുകൾക്ക് എപ്പോഴും പറ്റുന്നത് എവിടെയെങ്കിലും ഒന്ന് കാലിടറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് വരാനായിട്ട് വലിയ ബുദ്ധിമുട്ട് നമുക്ക് കാണും. റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ആ പ്ലെയർ. അത് മാത്രമല്ല, ടീമിൻ്റെ ഓവറോൾ പെർഫോമൻസ് പിന്നെ എലിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ പലപ്പോഴും വരുന്നത്. RCB നമുക്കൊരു നല്ല എക്സാമ്പിളാണ് അല്ലേ. എപ്പോഴും ധാരാളം നല്ല പ്ലെയേഴ്സിന് പോലുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. പക്ഷേ അവസാനം വരുമ്പോൾ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ പറയുന്ന കോഹ്ലി എത്രയോ നാളായിട്ട് കളിച്ചിട്ടുള്ളതാണ്. ഡിവില്ലിയേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല പ്ലെയേഴ്സിൻ്റെ ഒരു നില തന്നെ RCBക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അവർക്ക് അങ്ങോട്ട് ട്രോഫി കൈപ്പിടില്ലൊന്നുമില്ല. പക്ഷേ ഇത്രയൊന്നും ഇല്ലെങ്കിലും കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഈ IPL ഒരു ബ്യൂട്ടി. ആദ്യത്തെ IPL നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വീക്കസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് ആണ്. ഗുജറാത്ത് ടൈറ്റൻസ് വന്ന വർഷം യാതൊരു they were able to win it. അപ്പോൾ ആ ഒരു ടീം എങ്ങനെ മോൾഡ് ചെയ്ത് ജെല്ല് ചെയ്ത് കളിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ക്യാപ്റ്റൻസി, ഇപ്പോൾ ലക്നൗ സൂപ്പർ ജയൻസ് ഇന്ന് രാഹുൽ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വന്നു. ഡൽഹി ക്യാപിറ്റൽ പന്ത് ലക്നൗസും. അതുകൊണ്ട് എങ്ങനെ ഇത് മാറുന്നുള്ളത് നമുക്ക് ഇറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ. പക്ഷെ ചിലപ്പോൾ ഒരു പന്തിൻ്റെ ഒരു ഇൻസ്പിറേഷണൽ പെർഫോമൻസ് ഉണ്ട്. he may be able to bring it up. അതിനുള്ള സാധ്യത നമുക്ക് എഴുതിയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ കൊല്ലം പന്തൊരു ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ചെയ്ത് പോകുന്ന സമയമായിരുന്നു. IPL ആയിരുന്നു ആദ്യമായിട്ടൊരു ഫുൾ ഇത് കളിച്ചൊരു ടൂർണമെൻറ്റ്. ഇപ്രാവശ്യം അങ്ങനെയല്ല, പന്ത് ഓൾ സെറ്റപ്പ്. അതുകൊണ്ട് ലക്നൗ സൂപ്പർ ജയൻസ് ഇസ് വൺ സൈഡ് വിച്ച് ഐ വുഡ് ഫീൽ എസ് ഒരു സ്പാർക്കുള്ള ഒരു സൈഡാണ്. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് രാഹുലിനെ അവർ ലൂസ് ചെയ്തു. രാഹുലിന് എപ്പോഴും ഇഞ്ചുറി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് വാസ് ഓൾസോ ആൻ ഇഷ്യൂ വിത്ത് ദം. അപ്പം ഐ വുഡ് സേ ഒരു ഡാർക്ക് ഹോഴ്സ് എന്ന് പറയാൻ പറ്റിയ ഒരു സൈഡ്. അതാ പറഞ്ഞത്, അവർക്കൊരു എക്സ്ട്രാ സ്പാർക്കുള്ള സൈഡാണ്. അവർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പ്ലേയേഴ്സ് ആർ ഫിറ്റ് ആൻഡ് അവർ ചിലപ്പോൾ ഒരു ഔട്ട്സൈഡ് ചാൻസ്